അല്ലയോ അഗ്നേ, എല്ലാ ദേവന്മാരുടെയും ജ്ഞാനികളുടെയും മുഖമാകുന്നു അങ്ങ്. മനുഷ്യഹൃദയത്തിൻ്റെ അത്യാഘാത തലങ്ങളിലേക്ക് കടന്നു ചെല്ലാനും സത്യം കണ്ടെത്താനുമുള്ള ശക്തിയും അങ്ങയുടേത് തന്നെ. ബ്രാഹ്മണ പുരോഹിതൻ ജപിച്ചു. അദ്ദേഹം മന്ത്രം ആവർത്തിച്ചുരുവിട്ടപ്പോൾ ഉടൻ തന്നെ സ്വാതന്ത്ര്യേന്ത്യയുടെ മന്ത്രിമാരാകാൻ പോകുന്ന വിജ്ഞരായ ആ സ്ത്രീ പുരുഷന്മാർ ആ അഗ്നിയെ പ്രദക്ഷിണം ചെയ്തു. മറ്റൊരു ബ്രാഹ്മണൻ അവരുടെ ദേഹത്തെ ഏതാനും തുള്ളി വെള്ളം തളിച്ചു. പിന്നീട് അവർ കുരുത്തോല കൊണ്ട് മൂടിയ ഈയം പൂശിയ ഒരു ചെമ്പുപാത്രമായി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് നീങ്ങി. ആ മന്ത്രിമാർ അവളുടെ മുന്നിൽ നിന്നപ്പോൾ അവൾ വലത്തെ ചുണ്ടുവിരൽ ആ പാത്രത്തിൽ മുക്കിയിട്ട് വിരൽത്തുമ്പിലെ ദ്രാവകം കൊണ്ട് അവരുടെ നെറ്റിയിൽ തിലകമണിയിച്ചു. ബാഹ്യ ദൃശ്യങ്ങൾക്കു പിന്നിലെ യാഥാർത്ഥ്യമായ മൂന്നാം കണ്ണിൻ്റെ പ്രാചീന ഹൈന്ദവ പ്രതീകമാണ് ആ തിലകം. കരിങ്കണ്ണിൽ നിന്നും ദുഷ്ടവിചാരമുള്ള ശത്രുക്കളുടെ ദ്രോഹ ശ്രമങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു തന്ത്രം കൂടിയാണത്. ഇങ്ങനെ തങ്ങളെ കാത്തിരിക്കുന്ന ക്രൂര ഭാരങ്ങളേൽക്കാൻ തയ്യാറായി ആ സ്ത്രീ പുരുഷന്മാർ പതാകകൾ കൊണ്ട് അലങ്കൃതമായ